ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി ഇന്ന് നയനയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. നയന അപ്പോൾ അവരോട് പറയുകയാണ്, അമ്മ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളോടൊപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനാണെന്നും പറഞ്ഞു. അപ്പോൾ ദേവയാനി പറഞ്ഞു, നന്ദു പോകുന്നതിന് മുൻപ് ചില ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുക്കാനുണ്ട്, അനിയുടെ കാര്യം തന്നെയാണ് പറയാനുള്ളതെന്നും പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അതൊക്കെ നന്ദു അകത്ത് നിന്ന് കേൾക്കുക. നന്ദുവിൻ്റെ ടെൻഷൻ ഭയങ്കരമാട്ടോ. അങ്ങനെ നയനയും കൂടി നന്ദുവിനെ കാണാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് കനകവും ഗോവിന്ദേട്ടനും കൂടെ അവിടെ നിന്ന് പറയും, എങ്ങനെ നടന്ന അമ്മായിമ്മയും മരുമോളുവാ, ഇപ്പം നോക്കിയ ഗോവിന്ദേട്ടാ അടയും ചക്കരയും പോലെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് കനകം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു ഓടിയിരുന്ന് എന്തൊക്കെ എഴുതിയോ വായിക്കുകയോ എന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്. ഞാനിവിടെ വരുമ്പോഴൊക്കെ നിന്നെ ഉപദേശിക്കണമെന്ന് എല്ലാവരും പറയാറുണ്ടെന്നും ആദർശേട്ടൻ്റെ അമ്മയൊക്കെ എന്നോടത് പറയാറുണ്ട്. അനുയുടെ ദാമ്പത്യം തകരുന്നത് അവർക്കാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ നമ്മുടെ നയന നന്ദുവിനോട്. അപ്പോൾ നീ എന്തിനും ഏതിനും എന്നെ അനുസരിക്കുന്നതാണെന്നും പക്ഷേ ഇവിടെ മാത്രം ഞങ്ങളൊക്കെ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണെന്നൊക്കെ അന്നേരം പറഞ്ഞു നയന. ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുക നന്ദു. അപ്പം നീ കാരണം അനിയുടെ ജീവിതം തകർന്നാൽ അത് നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സഹിക്കാൻ പറ്റില്ല മോളെ എന്ന് പറഞ്ഞപ്പം മോള് മറ്റന്നാൾ ട്രെയിനിങ്ങിന് പോവല്ലേ എന്ന് ദേവയാനി അന്നേരം ചോദിച്ചു. പിന്നെ പരമാവധി അനിയെ വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്യാൻ നിൽക്കരുത് കേട്ടോ എന്നും പറഞ്ഞേ. അപ്പോൾ നന്ദു ആകെ സങ്കടത്തിൽ നിൽക്കുമ്പം പിന്നെ SI ആയിട്ട് മോള് വന്നു കഴിഞ്ഞാൽ മോൾക്ക് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. ആ ഒരു നേരത്തും അവനുമായിട്ടും അധികം കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും വെക്കാത്തതാണ് മോളെ നല്ലത്. അനിയും അനാമികയും തമ്മിൽ അത്രയ്ക്ക് പൊരുത്തക്കേടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോൾ നിനക്കറിയാവല്ലോ, ആദർശേട്ടനെ പോലെ തന്നെയാണ് അനിയും അമ്മയ്ക്ക്. ഞാനും ആദർശേട്ടനും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുമ്പോൾ ബന്ധം പിരിയുന്നത് അമ്മയ്ക്ക് മാത്രമല്ല ആ വീട്ടിലുള്ള പലർക്കും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല എന്നും പറഞ്ഞു കൊടുക്കുക നന്ദുവിനോട്. ഇപ്പം തന്നെ നീ മനഃപൂർവ്വം അനിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുകയാണെന്ന് അനാമികയുടെ വീട്ടുകാരും ഇളയമ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ തമ്മിൽ വേർപിരിയുകയാണെങ്കിൽ അവർ പറഞ്ഞത് സത്യമാണെന്ന് അവർ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു കൊടുത്തു. അനിയുടെ കല്യാണത്തിന് മുൻപ് മോൾ അനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊരിക്കലും ആ ഒരു ബന്ധത്തിന് കൂട്ടു നിൽക്കില്ലായിരുന്നു എന്നുള്ള കാര്യം ദേവയാനി പറയുക. അപ്പോഴും നന്ദു ഒന്നും മിണ്ടുന്നില്ല. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് എനിക്ക് നയനമോളെ പോലും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല എന്നും പിന്നെ എങ്കിലും ആദർശിനെയും അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒക്കെ ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കൊണ്ടായിരുന്നുള്ളൂ എന്നും ദേവയാനി പറയുകയും ചെയ്തു. അങ്ങനെ ആയിരുന്നെങ്കിൽ മോളും അനിയും തമ്മിലുള്ള ബന്ധം അത് നടന്നില്ലെങ്കിലും ശരി, അനാമികയുമായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ വിവാഹം അവർ കുറച്ചുകൂടി വൈകിപ്പിക്കുകയെങ്കിലും ചെയ്തേനെ എന്ന കാര്യങ്ങളും പറയുക. അവൻ്റെ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ അവൻ ഏതാണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു മോളെ. അത് ഞങ്ങൾക്കൊക്കെ അറിയുകയും ചെയ്യാം. ഈ കല്യാണം വേണ്ട എന്ന് അവൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ അവനെ പ്രഷർ ചെലുത്തിക്കൊണ്ടിരുന്നെന്നും പറഞ്ഞ് നന്ദുവിനെ ഇവർ ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി മോള് കാരണം അനിയും അനാമികയും തമ്മിൽ ഒരു കാരണവശാലും പിരിയാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നീ മനസ്സിലാക്കണം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ ഉപദേശിക്കുന്നു. മോള് ഇത് ഞങ്ങൾക്കൊരു ഉറപ്പ് തരണം, എങ്കിലും മാത്രമേ അനാമികയെ അവൻ സ്നേഹിച്ചു തുടങ്ങുകയുള്ളൂ. മോൾ അനിയിൽ നിന്ന് അകന്നു പോയേ പറ്റുമെന്ന് പറഞ്ഞു. മോൾക്ക് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് ചോദിക്കുമ്പം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ തലയാട്ടി നിൽക്കുക കേട്ടോ. മോൾക്ക് വിഷമമായോ ഞങ്ങളത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ആൻറ്റി പറയേണ്ട കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ, എനിക്ക് ഒരു വിഷമവും ഇല്ലയെന്ന് നന്ദു അന്നേരം പറഞ്ഞു. അപ്പോൾ കേട്ട കാര്യങ്ങൾ അതേപടി അനുസരിക്കണം, അല്ലാതെ വെറുതെ കേട്ടോണ്ട് നിന്നിട്ടേ അതൊരു കാര്യമില്ല കേട്ടോ എന്നും നയന നന്ദുവിനോട് പറയുകയും ചെയ്തു. സ്നേഹിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാനേ വലിയ പ്രയാസമാണ്. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും നടക്കാൻ പാടില്ലാത്ത ബന്ധത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നത് തന്നെയല്ലേ മോളെ നല്ലതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ദേവയാനി. അങ്ങനെ അതും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ചേച്ചിക്ക് തന്ന വാക്ക് തെറ്റിക്കാൻ എൻ്റെ മോളൊരു കാരണം ആവരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി. നന്ദു ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കും, ഒരു സമാധാനമില്ല. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദർശ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അഭി ആദർശിൻ്റെ അടുത്തേക്ക് വരുമോ, പേടിച്ചാണ് വരുന്നത്. അപ്പോൾ അഭി വന്നിങ്ങനെ പതറി നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താടാന്ന് ചോദിച്ചു. അത് പിന്നെ വിഷുവൊക്കെയല്ലേ ഏട്ടാ വരുന്നത്, അതിലിപ്പോൾ എന്താ, വിഷു കൈനീട്ടം നിനക്ക് കൃത്യമായിട്ട് തന്നിരിക്കും, പിന്നെന്താ. അതൊന്നും അല്ല ഏട്ടാ, നവ്യയുടെ പ്രസവമൊക്കെ വരുമല്ലേ. അത് നിനക്ക് ഇപ്പോഴാണോ ചിന്തയുണ്ടായത്? അതിന് പ്രസവത്തിന് നീ വല്ലതും ചിലവാക്കണമെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? എടാ അതെന്താന്ന് വെച്ചാൽ ഞാൻ നയനയും കൂടെ അങ്ങ് ചെയ്തോളാവെന്ന് പറഞ്ഞു ആദർശം. അതല്ല ഏട്ടാ, അവൾക്ക് വിഷുവായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കേണ്ടേന്ന് ചോദിച്ചു. അപ്പം നിനക്ക് മറ്റ് ചിലവുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കിട്ടുന്നത് മുഴുവനും അതുപോലെ തന്നെ കൈ കാണത്തില്ലേ, പിന്നെ ഇത് വാങ്ങിച്ചു കൊടുത്താലെന്ന് ആദർശ് അബിയോട് ചോദിച്ചു. അബി എന്നാലും ഇങ്ങനെ തലയും കുനിച്ച് നിൽക്കുക. അവൾക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി തന്നെയാണോ നീ എന്നോട് പണം ചോദിക്കുന്നത് ചോദിക്കുമ്പം അതേ ഏട്ടാ,
ഈ സമയത്തെ പെൺകുട്ടികൾക്ക് ഭക്ഷണവും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതിലൊക്കെ കുറേയെങ്കിലും ആത്മാർത്ഥത വേണമെന്ന് പറഞ്ഞു. അല്ല, അവൾ പോയതിനു ശേഷം നന്നായി വിഷമിക്കുന്നുണ്ട് ഏട്ടാ എന്ന് പറയുമ്പം അതെന്തിനാണെന്ന് ചോദിച്ചു അബി അന്നേരം അബിയോട്. അല്ല, ഏട്ടത്തെ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാൽ ഏട്ടന് വിഷമം ഉണ്ടാവത്തില്ലേ? അതുപോലെ അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് അവളുടെ വില എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായെന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം, എടാ നിനക്ക് അതിനെ അങ്ങനെയൊക്കെ സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാടാന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അവളെൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ? ആ ഒരു സ്നേഹം എന്തായാലും എനിക്ക് അവളോട് ഉണ്ടാകാതിരിക്കുമോ? എന്നിട്ട് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം നീ ഇതുവരെ അവളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നേരം പറഞ്ഞു. പിന്നെ അതൊക്കെ പോട്ടെ, അവൾക്ക് 7ാം മാസ ചടങ്ങിനൊരു സാരി പോലും നീ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ നീ വലിയ ഡയലോഗ് അടിക്കുന്നത് എന്താ? പോട്ടെ, അന്നത്തെ ദിവസം മുല്ലപ്പൂ വാങ്ങാനാണെന്നും പറഞ്ഞു പോയി നീ വെറും കൈയോടെയല്ലേ തിരിച്ചു കയറി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒരുപാട് കുറ്റബോധം ഉണ്ട് ഏട്ടാന്ന് പറയുമ്പോൾ, നിനക്ക് കുറ്റബോധം എന്നൊക്കെ പറഞ്ഞാലേ കുറ്റബോധത്തിന് പോലും അതൊരു അപമാനമാടാ. നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാനൊരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തേക്കാം, പക്ഷേ ഈ പറഞ്ഞതൊക്കെ നീ പാലിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാവകാശം മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുക കേട്ടാന്ന് പറഞ്ഞപ്പം, ആ മാറ്റം ശബരിമലയ്ക്ക് പോകാൻ വ്രതം എടുത്തതുപോലെ ആകരുത്. അന്ന് നിന്നെ അയ്യപ്പനെ ഒരുപാട് പരീക്ഷിച്ചതാ. അതുപോലെ ഇനിയും പരീക്ഷണങ്ങൾ നിനക്ക് നേരിടേണ്ടി വരും. ഇപ്പം നിനക്ക് മാസാമാസം ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുണ്ട്, അതില്ലാണ്ടാക്കി കളയരുതെന്നാ പറഞ്ഞത്. ഇല്ല ഏട്ടാ, ഇനി എൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകാൻ പോണില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അബി പറയുമ്പം ആദർശ് അവിടുന്ന് പോയി. ഈ സമയത്ത് അവൻ്റെ ഒരു ഉപദേശം, എൻ്റെ ഏട്ടനാണെന്നും പറഞ്ഞ് MD ആയി കയറിയിരുന്നവനെല്ലാം കൈയടക്കി വെച്ച് സുഖിക്കുക. എന്നിട്ട് അവൻ എനിക്കിച്ചിരി നക്കാപ്പിച്ച തരുന്നതിൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ അവിടെ നിന്ന് മനസ്സിൽ പറയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നവ്യ കേട്ടോ. നവ്യ ഇങ്ങനെ എൻ്റെ അമ്മായിമ്മ മാറുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് നന്ദുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ചേച്ചി എന്ത് കൊടുത്താലും, കരളല്ല പിന്നെ ഹൃദയം കൊടുത്താലും അവർ മാറാനൊന്നും പോകുന്നില്ല എന്ന് നന്ദു അന്നേരം പറഞ്ഞു. അഭിയേട്ടൻ്റെ മാറ്റം 100% സത്യസന്ധമായാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെ എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആദർശ് നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ മോളെ നന്ദു, മോൾ മറ്റന്നാളല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. അതെ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്ന് പറയുമ്പം, എനിക്കൊന്നും വേണ്ട ആദർശേട്ടാ, ഇപ്പം തന്നെ ചേച്ചി ആവശ്യത്തിൽ കൂടുതൽ വാങ്ങിച്ച് തന്നു എന്ന് പറഞ്ഞു. അല്ല നയന അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലല്ലോ ആദർശേട്ടാ, എന്താ ഇങ്ങോട്ട് വരുന്നു എന്നങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പം, നയന പർച്ചേസിനെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയായിരുന്നു, അപ്പോൾ ഇങ്ങോട്ട് എന്തായാലും വന്നില്ല കേട്ടോ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. അല്ല നവിക്കിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പം, സുഖമായിട്ടിരിക്കുകയാണ് ആദർശേട്ടാ, എൻ്റെ അടുത്തോണ്ട് കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അഭി വിളിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞു. അവന് നല്ല മാറ്റം ഉണ്ടെന്നൊക്കെയാണ് തോന്നുന്നത്, കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ നാളെ വിഷുവായിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചപ്പം, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല, പിന്നെ എല്ലാവരും ഉണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞു. ഞാനേ സമയം കിട്ടുമ്പോൾ ഇറങ്ങിക്കോളാമെന്ന് പറഞ്ഞു. ഓക്കെ ശരിയെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പോൾ ആദർശേട്ടനാ വിളിച്ചത്, നയനേച്ചി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചെന്ന കാര്യം നന്ദു ഇങ്ങനെ പറയുമ്പോൾ, ഇപ്പം എന്തിനും ഏതിനും നയനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ് ആദർശേട്ടനെന്നും, പിന്നെ ആദർശേട്ടനോട് നമ്മളിത് പറയാതിരിക്കുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞു. അത് തന്നെ ഞാനും പറഞ്ഞ, പക്ഷെ പറയരുതെന്ന് വാശി പിടിക്കുന്നത് ആദർശേട്ടൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതിലും കാര്യമുണ്ട് മോളെ, എല്ലാവരുടെ മുന്നിലും അമ്മായിമ്മ മരുമകളെ എന്തോരമാണ് വെറുത്തത്. അങ്ങനെ ഒരാളെ ഇതുപോലെ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാലേ അതൊരു ഭയങ്കര കുറച്ചിലല്ലേ. അപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ അങ്ങ് പോയാൽ മതിയായിരുന്നല്ലേ നവ്യേച്ചി, അഭിയേട്ടന് നല്ല മാറ്റം ഉണ്ടെന്ന് ആദർശേട്ടൻ പറയുന്നത്. അപ്പോൾ ബാക്കി എല്ലാവരുടെ മാറ്റമേ നിലനിൽക്കുന്നതാ, അഭിയുടെ മാറ്റം അത് എത്ര നാളത്തേക്കാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതാണ് എൻ്റെ പേടിയെന്നും പറഞ്ഞ് ഇങ്ങനെ നേരെ നമ്മുടെ നവ്യ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ നവ്യയും നന്ദുവും പുറത്ത് നിൽക്കുമ്പോൾ നയനയും കനകവും കൂടെ അടുക്കളയിൽ നല്ല ജോലി. അപ്പോഴേക്കും ദേവയാനി വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ട, ദേവയാനി അവിടെ പോയിരുന്നു, ഞങ്ങൾ ചെയ്തങ്ങ് വരാമെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാകും? അത് ശരിയാവത്തൊന്നുമില്ല, നിങ്ങളിവിടെ അടുക്കളപ്പണി ചെയ്യുമ്പോൾ ഞാൻ മാറിയിരിക്കുന്നത് ശരിയാണോ എന്ന് ദേവയാനി ഇങ്ങനെ ചോദിക്കുക. പിന്നെ അങ്ങനെ മാറിയിരിക്കുമ്പോഴേ ഞാൻ ഈ വീട്ടിലെ അംഗമല്ലെന്ന് എനിക്കൊരു തോന്നൽ വരത്തില്ലേ എന്നൊക്കെ ദേവയാനി ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ അമ്മ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ ഗസ്റ്റ് ആണെന്ന് നയന പറഞ്ഞു. എനിക്കങ്ങനെ ഇപ്പം ഗസ്റ്റ് ഒന്നും ആവണ്ടെന്ന് ദേവയാനി, നിങ്ങൾക്കൊപ്പം ഒരാളായിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ പിന്നെ കൂടെ കൂടിക്കോളാനായിട്ട് കനകം പറഞ്ഞു. പിന്നെ നമ്മുടെ ദേവയാനി ഇവരുടെ കൂടെ കൂടുക. അമ്മ നന്നായിട്ടുണ്ടാക്കുന്ന ചില വിഭവങ്ങളുണ്ട്, അതമ്മ ഏറ്റെടുത്തോളാൻ പറഞ്ഞു. മോൾ അങ്ങോട്ട് മാറി നിന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇവരുടെ കൂടെ നിന്ന് പാചകമൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഇത് വന്നു കഴിയുമ്പോൾ നമ്മളുടെ സ്വഭാവമൊക്കെ പാടെ മാറ്റി കളയുമെന്നും അതുപോലെ പിന്നീട് നമ്മൾ ദൈവങ്ങളെ കൂട്ടുപിടിച്ചേ പറ്റുമെന്നൊക്കെ ദേവയാനി അന്നേരം അവിടെ നിന്ന് ഇവരോട് ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് ഇവരുടെ മുഖമൊക്കെ വല്ലാതെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അത് ഏത് അമ്പലത്തിൽ പോകാനും ഞാനും തയ്യാറാണെന്ന് പറഞ്ഞു, അതും നന്ദുവിനെയും അനിയെയും പിരിക്കാൻ വേണ്ടിയിട്ട്.
അതുമാത്രമല്ല, ഈ ജോലിയും വീട്ടുപണിയായിട്ടൊക്കെ നമ്മൾ ഒതുങ്ങിക്കൂടിയാലൊന്നും പോരല്ലോ, ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല യാത്രകളും വേണമെന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞാൽ മതി, ആദർശേട്ടൻ്റെ തിരക്കൊഴിയുന്ന സമയത്ത് നമുക്ക് എവിടേക്കെങ്കിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു നയന. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമായിരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അച്ഛനിപ്പം കൂട്ടുകാരുമൊത്തൊരു തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് കുറവുണ്ടോ ദേവയാനിന്ന് അന്നേരം കനകം ചോദിച്ചപ്പോൾ കുറവൊക്കെ ഉണ്ട്, അച്ഛനിപ്പോൾ അസുഖത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നൊക്കെ നേരം ദേവയാനി പറഞ്ഞു. ഒരു കുടുംബമായ അതുപോലൊരു കാരണവർ വേണമെന്നും പിന്നെ എല്ലാവരെയും അനുസരിപ്പിക്കുന്ന ഒരു കാരണവർ വേണം, അതില്ലാത്തതാ ഇപ്പോഴത്തെ പല കുടുംബങ്ങളുടെയും താളപ്പിഴയ്ക്ക് കാരണമെന്നൊക്കെ പറഞ്ഞ് കനകം ഇങ്ങനെ പറയുമ്പം അങ്ങനെയുള്ള കാരണവന്മാരൊക്കെ ഇപ്പോഴും ഉണ്ടെന്നേ, പക്ഷേ മക്കളും കൊച്ചുമക്കളും ഒന്നും അവരെ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് പറ്റിയൊരു പേരും ഇട്ടിട്ടുണ്ട്, പുരാവസ്തു എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി പ്രായം ചെന്നവരെ മ്യൂസിയത്തിലാക്കുന്ന കാലം എന്താണാവോ വരാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വിഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡിയായി. അപ്പോൾ അങ്ങനെ ആ ഒരു എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി വന്നിട്ട് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടം പറയാ കനകം. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിരുന്നില്ലല്ലോ, നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ പോലും ഞാൻ വളരെ മോശമായിട്ടല്ലേ നിങ്ങളോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചെയ്തതെല്ലാം ദേവയാനി ഏറ്റു പറയുക. കനകയാണെങ്കിൽ കുറച്ച് ദിവസം അവിടെ വന്ന് താമസിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, അന്നേരമൊക്കെ ഞാൻ വളരെ അപമര്യാദയായിട്ടല്ലേ പെരുമാറിയത്. ഇനി നന്ദു ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ നയനമോളുടെ അച്ഛനും അമ്മയും ഇടയ്ക്കൊക്കെ അങ്ങോട്ടേക്ക് വരണമെന്നും എന്നിട്ട് കുറച്ച് ദിവസമൊക്കെ അവിടെ താമസിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ താമസിക്കുമ്പോഴും അമ്മായിമ്മയും മരുമോളും തമ്മിൽ ലോഹ്യത്തിലാണെന്ന് അവിടെ പലർക്കും അറിയില്ലല്ലോ എന്ന് കനകം പറയുക. അന്നേരം അതൊന്നും ആരും അറിയണ്ട, എങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് എനിക്ക് നിങ്ങൾക്ക് ഒരുക്കി തരാനായിട്ട് പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 7-ാം മാസക്കാരിയുടെ കാര്യം എങ്ങ് മറന്നുപോയോ എന്ന് ചോദിച്ചു. അവളുടെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് മോളെ, പിന്നെ ഇപ്പോൾ 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലേക്ക് കടക്കുകയല്ലേ, 1 മാസം കൂടി കഴിയുമ്പോൾ പ്രസവം നടക്കുമല്ലോ എന്നും പറഞ്ഞു. പിന്നെ നൂലുകെട്ട് കഴിഞ്ഞ് എന്തായാലും നവി അങ്ങോട്ട് തന്നെ വരാനുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. ആ ഒരു സമയത്ത് കനകയും മോളുടെ അച്ഛനും ആ കൂടെ അങ്ങോട്ടേക്ക് പോരട്ടെ, അവർക്ക് അവിടെ വന്ന് നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ ദേവയാനി എന്ന് കനകം. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞാലും നയനമോളുടെ അച്ഛനെയും കനകയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ദേവയാനി. അത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാണ് എൻ്റെ മക്കൾക്ക് ഇത്രയും കാലം അവിടെ നിൽക്കാൻ കഴിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അതൊരിക്കലും മറക്കാനും കഴിയില്ല എന്നും പറഞ്ഞ് കനകവും ഓരോന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൂർത്തി സാറിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ വിഷമിച്ചവരാണ് ഞാനും ഗോവിന്ദേട്ടനും എന്നൊക്കെ പറഞ്ഞ് കനകം എല്ലാം ഇവരോട് പറയൂ കേട്ടോ, ദേവയാനിയോട് പറയുവാണേ. ഇത്തരം നല്ലൊരു മനുഷ്യനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് ആദർശ് വീട്ടിലേക്ക് വരുന്നത്. ആദർശിനെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ജീവനും കൊണ്ട് നേട്ടോട്ട് ഓടുക. അമ്മ അകത്തോട്ട് പോയിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അന്നേരം നമ്മുടെ നയന പറഞ്ഞു, പിന്നെ ദേവയാനി ഓടുക. അപ്പോഴേക്കും ആദർശ് കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും എല്ലാവരും ഓടി ഉമ്മറത്ത് വന്നു. എന്താ മോനെ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിച്ചു. അത് ഇതുവഴി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ആദർശ് പറയാം. അല്ല നിന്റെ പർച്ചേസൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നയന നിന്ന് ഉരുളുക. നീ ഇങ്ങോട്ട് വന്നതേ അമ്മയുടെ വണ്ടിയിലാണോ എന്ന് ചോദിച്ചു. അല്ല അമ്മയുടെ കാറ് പുറത്ത് കിടക്കുന്നത് കണ്ടു, അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുക നയന പേടിച്ച് വരച്ച്. അല്ല ആദർശേട്ടൻ്റെ കയ്യിലെന്താ കവറ്? അപ്പോൾ ഇതോ വിഷു അല്ലേ, എല്ലാവർക്കുള്ള ഡ്രസ്സുമായിട്ട് വന്നതാ, നീ തന്നെ എല്ലാവർക്കും എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ വന്ന സമയം കൊള്ളാമല്ലോ, അകത്ത് കയറിയപ്പോഴേ കറികളുടെയൊക്കെ മണം വന്നു തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഞാനും മോളും ഗോവിന്ദേട്ടനും കൂടെ ചേർന്നായിരുന്നു പാചകം എന്ന് കനകം. 3 മക്കളും അടുത്തുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയല്ലേ എന്നൊക്കെ ചോദിച്ചു കനകത്തിനോട് ആദർശ. അതെ എന്ന് പറഞ്ഞ് നിൽക്കുക. നന്ദു പോകാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തിയോന്ന് ചോദിച്ചു. മുൻപൊരു തവണ നടത്തിയതല്ലേ, അതുകൊണ്ട് ഇനി വലിയ തയ്യാറെടുപ്പിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പം അബി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലേ എന്ന് നവ്യയോട് ചോദിച്ചപ്പം എന്താണെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് നവ്യ അന്നേരം പറഞ്ഞു. പെട്ടെന്ന് ഇടയ്ക്ക് ചേച്ചിയെ കൊണ്ട് പുറത്തൊക്കെ പോയായിരുന്നു എന്ന് നയനെ അന്നേരം പറഞ്ഞു. നവ്യ അന്നേരം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ അവൻ മാറിയ അവൻ്റെ എല്ലാ പരാതിയും അവസാനിക്കുമെന്നും അവന് കമ്പനിയിൽ ന്യായമായിട്ടുള്ളൊരു സ്ഥാനവും കൊടുക്കും, അത് ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നൊക്കെ പറയുമ്പം അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവൻ ഇങ്ങനത്തെ മാറ്റമൊക്കെ വന്നതെന്ന് നമ്മുടെ
നവ്യ പറഞ്ഞു. ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആദർശേട്ടന് ഇഷ്ടപ്പെട്ടൊക്കെ ഞങ്ങൾ കരുതി വെക്കുമായിരുന്നല്ലോ. അപ്പോൾ എനിക്കുള്ളതൊക്കെ മതിയെന്നേ. എന്നാൽ പിന്നെ മോളെ അതകത്ത് കൊണ്ട് വെച്ചിട്ട് മോന് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് കനകം പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരിക്കാം. അപ്പം പിന്നെ മറ്റന്നാൾ നന്ദു പോകുമല്ലേ? അങ്ങനെയുള്ളപ്പോൾ നന്ദുവായിട്ടിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഭാഗ്യമല്ലേ എന്ന് ആദർശം. ഒന്നും അല്ലെങ്കിലും നാളത്തെ വലിയൊരു പോലീസ് ഓഫീസർ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വാ നമുക്കിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശനോട് കൈ കഴിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞിട്ട് അവരെല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. പെട്ടെന്ന് ആദർശം അവിടെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം എല്ലാവരുടെയും മുഖത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നെന്നും എല്ലാവരും എന്തോ ഭയന്നത് പോലെയാണെന്ന് ആദർശം ചിന്തിക്കാം. എന്നെ പ്രതീക്ഷിക്കാത്തത് പോലെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ദേവയാനി മുറിയിലിരുന്ന് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. പിന്നെ ഭക്ഷണമൊക്കെ എല്ലാവരും വിളമ്പി എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും വന്ന് ഇരിക്കാൻ പറഞ്ഞു ആദർശം. അങ്ങനെ എല്ലാവരും ചുറ്റിനും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും മൊത്തമൊരു ടെൻഷനുണ്ട്. പെട്ടെന്ന് ഞാനിപ്പോൾ വരാവേന്ന് പറഞ്ഞുകൊണ്ട് കനക റൂമിലേക്ക് കയറിപ്പോയി. റൂമിലേക്ക് കയറി പോയപ്പം ദേവയാനി ചോദിച്ചു അവനെവിടെയാന്ന് ചോദിച്ചു. അയ്യോ ഇവിടെ വന്നിരിക്കുമായിരുന്നു. അതെ ആദർശമോ വരുമ്പം ഉപയോഗിക്കുന്ന മുറിയായി ഇതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഷെൽഫിൽ നോക്കിയപ്പോൾ അവരുടെ ഷർട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് ദേവയാനി പറയാം. പിന്നെ ശരിക്കും ആദർശമോൻ എടുത്തു തന്ന വീടല്ലേ ഇത്, അതുകൊണ്ട് ഏറ്റവും നല്ല മുറി തന്നെ മോന് വേണ്ടി മാറ്റി വെച്ചതാണെന്ന് കനകം പറഞ്ഞു. ഇനിയിപ്പോൾ അവൻ എടുത്തു തന്ന മുറിയാണെന്നോ അല്ല വീടാണെന്നൊന്നും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം വീടാണെന്ന് ദേവയാനി പറയുക കേട്ടോ. അതെ മോൻ ആഹാരം കഴിക്കാനിരുന്നെന്ന് പറയുമ്പോൾ അവൻ കഴിച്ചോട്ടെ എന്ന് ദേവയാനി പറയുക. എന്നാലും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിരുന്നില്ലേ ആദർശമോൻ്റെ അമ്മ വന്നത്, എന്നിട്ടതിങ്ങനെ ആയില്ലേ? എനിക്ക് ഇനിയും കഴിക്കാവല്ലോ, അവരൊന്നിച്ചിരുന്ന് കഴിച്ചോട്ടെ എന്ന് ദേവയാനി. അവന് സംശയമൊന്നും ഇല്ലാതെ അവനെ പറഞ്ഞു വിടാൻ നോക്കണം കേട്ടോ. എന്നാലും ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എന്താ ആദർശമോൻ ഓടിക്കയറി വന്നതെന്നേ ഒരു പിടിയും കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കനകം പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം കാണുമായിരിക്കോ എന്നിങ്ങനെ കനകം ചോദിച്ചപ്പം അറിയില്ല. അവർ തമ്മിൽ സ്നേഹത്തിലായതിനു ശേഷം ആദർശിന് ഒരു നിമിഷം പോലും നയനെ പിരിഞ്ഞിരിക്കാനായിട്ട് കഴിയത്തില്ലെന്നും അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവയാനി പറയുമ്പം അതുകൊണ്ടായിരിക്കും അവൻ ഉച്ച സമയത്ത് ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സത്യം പറഞ്ഞാൽ അവൻ ഒരിക്കലും ജോലി സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നവനല്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയും കനകവും കൂടെ റൂമിൽ ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തും ആദർശിന് മൊത്തത്തിൽ ഡൗട്ട് അടിച്ചിരിക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും ഇനി ഇപ്പം എന്താകുമോ എന്തോ. നയന ആദർശിനോട് മൂടി വെച്ചതിൻ്റെ പേരിൽ ഇനി ആദർശ് നയനെ വെറുക്കുമോ എന്തൊക്കെ സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഓടിക്കേറി ആദർശ് വരുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.